ഗൈസ്, മാംഗോ അവക്കാഡോ കോമ്പിനേഷൻ ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ഇതാണ്, ബ്ലൂബെറി പ്ലസ് സ്ട്രോബെറി. അപ്പോൾ രണ്ടിന്റെയും സീസൺ ഒരുമിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ബ്ലൂബെറി ഓൾ ടൈം സീസൺ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും ലുലു പോലും എനിക്ക് ബ്ലൂബെറി കിട്ടാറുണ്ട്. പക്ഷെ സ്ട്രോബെറി അങ്ങനെയല്ല. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ലുലു എന്നല്ല സ്ട്രോബെറി കിട്ടിയത്, ലോക്കൽ കടകളിൽ നിന്നാണ് സ്ട്രോബെറി കിട്ടിയത്. എനിക്ക് തോന്നുന്നത് വട്ടപ്പാറ എന്നൊക്കെ വരുന്ന സ്ട്രോബെറീസ് ആയിരിക്കാം. എന്തായാലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്ട്രോബെറീസ് ആണ്. അതുപോലെ തന്നെ ബ്ലൂബെറിയുടെ അത്ര റേറ്റും നമുക്ക് സ്ട്രോബെറീസിന് ഇല്ല. 150 രൂപയ്ക്ക് എനിക്ക് 2 ബോക്സ് കിട്ടിയായിരുന്നു. അപ്പൊ അത്യാവശ്യം ക്വാണ്ടിറ്റി സ്ട്രോബെറി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ബ്ലൂബെറിയുടെ കേസ് ഞാൻ പറയണ്ടല്ലോ, 100-300 രൂപക്ക് മേലാണ് ഞാൻ ലുലുന്ന് സ്ട്രോബെറി മേടിക്കുന്നത്. അതും ഇമ്പോർട്ട് റേറ്റ് ആണ്, അതുകൊണ്ടായിരിക്കാം അത്ര റേറ്റ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു 100 രൂപക്ക് ബ്ലൂബെറി കിട്ടും എന്നൊക്കെ. എനിക്കറിയില്ല 100 രൂപ കിട്ടുമെന്ന്, എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആ ഒരു കമന്റ് കണ്ടിട്ട് ഞാൻ കുറെ കടകളിൽ പോയി തപ്പിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ലോക്കൽ കടകളിൽ നിന്നൊന്നും ബ്ലൂബെറീസ് കിട്ടിയില്ല. അത് മാത്രമല്ല, ലോക്കൽ കടകളിലാണെങ്കിലും 250 പ്ലസ് എബവ് റേറ്റ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് തന്നെ ബ്ലൂബെറീസിന് നല്ല വേരിയേഷൻ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. എസ്പെഷ്യലി ഈ രണ്ട് കോമ്പിനേഷൻ ആയതുകൊണ്ട് നമുക്കൊരു ആന്റിസിപ്പേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയാകുമെന്ന്. അത് അതേപോലെ തന്നെ കിട്ടുമെന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബ്ലൂബെറി ഷേക്ക് ഉണ്ടാക്കിയപ്പോഴേക്കും എനിക്ക് അത്ര ഒരു അടിപൊളി ഷേക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഗൈസ്, കുടിച്ചു നോക്കാം. അടിപൊളി. ബെസ്റ്റ്, ദ ബെസ്റ്റ്. നൈസ് വൺ.